തങ്ക ചേച്ചി, തങ്ക ചേച്ചി, തങ്ക ചേച്ചി, അമ്മ തന്നുവിട്ട് പൈസ തരാൻ വന്നതാ. പള്ളിച്ചേച്ചിക്ക് കൊടുക്കാനുള്ള പൈസയാണോ? ആ, ഇത് ആരാ? ശോഭ ചേച്ചിയാണോ? അല്ല, ശോഭ ചേച്ചിയുടെ മോളാ. അയ്യോ മോളെ, ചേച്ചി കുളിച്ചോണ്ടിരിക്കുക. ഒന്ന് ഇറങ്ങി വരാവോ? അത്യാവശ്യമാ. അതെ, ചേച്ചി ഇപ്പൊ കുളിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പോയിട്ട് കുറച്ച് തിരക്കുണ്ടോ? ഒന്ന് വരാവോ ചേച്ചി? എന്നാ മോളിന്ന് നിക്കോ? ചേച്ചി ദേ ഇപ്പൊ വരാവേ. ഞാൻ ദേ വരുന്ന. ചേച്ചി കുളിച്ച് പകുതി ആയതേ ഉള്ളു കേട്ടോ. ആ മോള് എവിടെ നിൽക്കുന്ന? ഈ ജനലിന്റെ അടുത്തോട്ട് വരുമോ? ചേച്ചി കുളിച്ചോണ്ടിരിക്കുന്നുണ്ടാ കേട്ടോ. ഇനി തന്നേരം ഇതിലേ കൂടെ ചേച്ചിയുടെ കയ്യിലോട്ട് വെച്ചോ. ആ ശരി. ശരി മോളെ. ആ കർത്താവ് എൻ്റെ കൂടെയാണെന്ന് പറയുന്നത് ഒരു തെറ്റില്ല. സാറേ, അളിയ നമ്മുടെ ജാഥയ്ക്ക് പോകാനുള്ള പൈസ ഓക്കെ ആയി. അത് കുറച്ച് പൈസ ഞാൻ എൻ്റെ ഒരു പഴയ ഒരു പെട്ടിയുണ്ടേ, അതിനകത്ത് എപ്പോഴോ ഞാൻ വെച്ചിരുന്നത്. അതിപ്പോൾ ചുമ്മാ തപ്പിയപ്പോൾ അതിനകത്ത് കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്യും, വണ്ടി ബുക്ക് ചെയ്യ്. മറ്റന്നാൾ രാവിലെ പോകണം. എല്ലാവരെയും വിളിച്ച് പറഞ്ഞോ കേട്ടോ. നടരാനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കൊടിയെല്ലാം വേണം വണ്ടിയിൽ വെക്കാൻ. വലിയ വണ്ടി ബസ് ബുക്ക് ചെയ്തോടെ. ഓക്കെ അളിയാ. ചേച്ചി, ചേച്ചി, എന്താ മോളെ? ചിട്ടി പൈസ കൂടെ തരാൻ മറന്നു, അതുകൂടെ തന്നിട്ട് പോവാന്ന് കരുതി. ആണോ? ചേച്ചി കുളിച്ച് കഴിഞ്ഞില്ലായിരുന്നു, അതാ. ഇത്രയും നേരത്തെ കുളിയോ? അതെ, ഞാൻ ചൂടുവെള്ളത്തിലാ കുളിക്കുന്നത്, അതുകൊണ്ടാ. മോളെവിടെ നിൽക്കും, ഞാൻ ദേ വരുന്നേ. മോളെ, ചേച്ചി ഇത് കൈ അങ്ങോട്ട് തരാൻ പഴയതുപോലെ. മോള് കയ്യിലോട്ട് പൈസ വെച്ചോട്ടാ. മോളെ, ഈ പൈസ കയ്യിലോട്ട് വെച്ചോ. വെച്ചോ. അയ്യോ ചേച്ചി കുളിച്ചില്ല. ചേച്ചി നാളാവും, ഞങ്ങൾ വലിക്കല്ലേ. അയ്യോ ചേച്ചി വലിക്കല്ലേ. അയ്യോ വലിക്കല്ലേ.
പറ്റിച്ചേ. അയ്യോ. എനിക്കറിയായിരുന്നു തങ്കം, ഈ മോളാണെങ്കിലേ പൈസ കിട്ടുന്നപ്പോ ഞാൻ ചുമ്മാതെ പറ്റിച്ച് ചിരിച്ച് ഞാനിട്ടല്ലോ പൈസ തന്നു കൊച്ചറിയാം. നല്ല തമാശയായിരുന്നു. ശരി മോളെ എന്നാ. അയ്യോ. തമാശ പാവം പൊട്ടിക്കൊച്ചാട്ടോ. ഭയങ്കര തമാശക്കാരനാണല്ലേ. വേറൊരു തമാശ ഉണ്ടെങ്കിലോ റേഷൻ കട ചെന്നപ്പോഴേ റേഷൻ കട മതി. അയ്യോ ചാർലി ചാപ്ലിന്റെ കൊച്ചുമോനെ ഇനി മേലാൽ ഇങ്ങനെ വളിച്ച തമാശ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമാശ